ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സോ ദാറ്റ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ആസ് യു ഓൾസോ ദി തംബ്നെയിൽ ഞാനൊരു രണ്ട് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇവൾക്ക് ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് അറിവുണ്ടോ എന്ന്. സത്യം പറഞ്ഞ അറിവൊന്നുമില്ല. ഞാൻ എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് അത്ര ഓപ്പൺ അല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ടാൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ലുക്ക് വരുമോ, അല്ലെങ്കിൽ അത്രയും ഭംഗി ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു അതൊക്കെ കുറച്ചും കൂടിയും ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോണിന് മാത്രം ചേർന്നതാണ് ഇങ്ങനെ അതൊക്കെ ഇടുമ്പോൾ ബ്ലെൻഡായി പോണത് എന്നൊക്കെ വിചാരിച്ചിരുന്നൊരു കുട്ടിയാണ് ഞാൻ. പിച്ചു മനസ്സ് ഓക്കെ. പക്ഷെ അതല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മളതൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി എൻഹാൻസ് ആവും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇത് വെച്ച് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വലിയൊരു മേക്കപ്പ് എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആയിരുന്നില്ല 2 years ബാക്ക്. 2022 അവസാനം വരെ ഞാൻ ഈ സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ ഇടുന്ന ഒരാളായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടെ ഞാൻ എന്ത് മണ്ടിയായിരുന്നു പണ്ടെന്ന്. ഞാൻ വിചാരിച്ചത് എനിക്ക് ആ സൺസ്ക്രീനോ ബോഡി ലോഷനോ എന്തെങ്കിലും ഇട്ടിട്ടുള്ള ആ ഒരു ഗ്രീസി ഫീലിംഗ് അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ വാങ്ങിക്കും, ഇങ്ങനെ വലിയ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, അപ്പം ഞാൻ വാങ്ങിക്കാം എന്നാലും ഞാൻ വാങ്ങിക്കെങ്കിലും ഞാൻ ഉപയോഗിക്കേ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് ആക്ച്വലി ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. ബിക്കോസ് ഞാൻ ബാക്ക് ഇൻ 2023 ഡൽഹിയിലേക്ക് പോണതിന് മുന്നേ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞനിയത്തി മീനാക്ഷി എന്ന അവളുടെ പേര്, അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, അഞ്ജലി ചേച്ചി സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്യണം, ഡൽഹിയിലൊക്കെ പോവല്ലേ, പൊല്യൂഷൻ ഉണ്ടാവും, അവിടെ ഭയങ്കര ചൂടായിരിക്കും, വെയിലൊക്കെ തട്ടും, അപ്പോൾ എന്തായാലും സ്കിൻ കെയർ റുട്ടീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ ബാഗും എന്തൊക്കെയൊക്കെയോ വാങ്ങിക്കാൻ പോയ സമയത്ത് അവൾ എനിക്കൊരു സജസ്റ്റ് ചെയ്തു. ഇങ്ങനെ സെറ്റാഫിലിൻ്റെ ആയിരുന്നോ അല്ല ന്യൂട്രജീനയുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അന്ന് 2023 ബിഗിനിങ്ങിൽ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെ ഞാൻ നന്നായിട്ട് തന്നെ ഒരുവിധം മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം. ആൻഡ് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ആക്ച്വലി ഇപ്പം എന്നെ പണ്ട് കണ്ടവർ ഇപ്പം കാണുമ്പോൾ, ഓ നിൻ്റെ സ്കിൻ ടെക്സ്ചർ തന്നെ മാറിയല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുറച്ചുകൂടി ഞാൻ ഫെയർ ആയല്ലോ എന്നൊക്കെ പറയണ കുറേ പേരുണ്ട്. എന്താ ചെയ്യണേ, നമുക്ക് കൂടി പറഞ്ഞുതരുമെന്ന്. പക്ഷേ ടു ബി ഓണസ്റ്റ്, മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സ്കൂട്ടറിൽ വെയിലത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതും ആലോചിക്കണം, ഈ സൺസ്ക്രീൻ ഒന്നും ഇടാണ്ടാണ് ഞാൻ ഇത്ര നാൾ പോയിക്കൊണ്ടിരുന്നത്. അതായത് ബാക്ക് 2023 മുന്നേ വരെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ അധികം വെയിലത്ത് പോകണില്ല എന്ന് വെച്ചാൽ ഒട്ടും വെയിലത്ത് പോകാണ്ടിരിക്കുന്ന ആളൊന്നുമല്ല, ഞാൻ വെയിലത്ത് പോവുകയൊക്കെ ചെയ്യും. പക്ഷേ സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ എന്തായാലും പറ്റിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ സൺസ്ക്രീൻ അല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു സംഭവമുണ്ട്. ഞാൻ പിന്നെ ഇതൊക്കെ കൊണ്ട് എന്താവാനാ, അങ്ങനത്തെ ഒരു ചിന്തയും കൂടി ഉണ്ട് എനിക്ക്. ഞാൻ ഇങ്ങനെ സൺസ്ക്രീൻ പിന്നെ ഇത്രയും വലിയ വെയിലടിക്കണത് ഒരു ക്രീം ഇട്ടാൽ മാറാൻ പോവല്ലേ, ടാൻ വരാതിരിക്കല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കണ ഒരു മെൻറ്റാലിറ്റി കൂടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിശ്വസിച്ച് ചെയ്യണം, കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്നും ചെയ്യണം. നമ്മളിങ്ങനെ ഒരു വെയിലില്ലല്ലോ എന്നോ, പ്രത്യേകിച്ച് അമ്മമാരും എല്ലാവരും ഒരു ലേറ്റ് 20s മുതൽ എന്തായാലും നിങ്ങൾ ടേക്ക് കെയർ ചെയ്തോളണം. അപ്പം ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതുവരെ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നൊക്കെ പളപളാ തിളങ്ങുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് എന്താ, പുതിയൊരു അല്ല, എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവാം, എല്ലാവരും കണ്ടിട്ടുണ്ടാവാം. ഒരു ടിർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷനാണ്. ഒരു നല്ല റെഡ് ഫാൻസി കളറാണ് അതിൻ്റെ ഒരു ഔട്ടർ പാക്കിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു കൊറിയൻ ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ മുഖം കഴുകി വന്നേക്കാണ്. മെയിൻലി ഞാൻ വിചാരിച്ചു ഈ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് കിട്ടും എന്നൊക്കെ വിചാരിക്കണവർ എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നന്നായിട്ട് എന്തെങ്കിലും സെറോ മോയ്സ്ചറൈസറൊക്കെ നന്നായിട്ട് ഇടണം, വിച്ച് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്.
ഒന്നും ചെയ്യാണ്ട് വെറുതെ അയ്യോ അത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ മര്യാദയ്ക്ക് ചെയ്യാത്തോണ്ടായിരിക്കും അത് റെഡി ആവാത്തത്. അപ്പൊ ഞാനൊരു എന്നോടാണ് ഒരു സെറം ഞാൻ മുഖത്തിട്ടുണ്ട്. ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ സ്റ്റെപ്സ് ഒക്കെ ചെയ്യണവരുണ്ടാവും സ്കിൻ കെയറിന്റെ. ഞാൻ വേണ്ടത് ഇങ്ങനെ ഒരു സെറം ഇടും. ഇട്ട് വരണ്ട ചർമ്മം ഞാൻ ഇങ്ങനെ ഇത്രയും നേരം ശരിക്കും മുഖം കഴുകി കഴിഞ്ഞാൽ അപ്പം തന്നെ തുടച്ചിട്ടുള്ള ഒരു ചെറു നനവോട്ട്ക്കനെ നമ്മൾ ഇടണം. ഈ എന്താ പറയാ സെറവും മോയ്സ്ചറൈസറൊക്കെ ഞാൻ ഇത്രയും നേരം ഇട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇങ്ങനെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ധ്യാനിച്ചിരിക്കാം. ഓക്കെ, അതിനുശേഷം ഞാനൊരു ഫേസ് മോയ്സ്ചറൈസർ കൂടി ഇടാണ്. സോ ദാറ്റ് എനിക്ക് ആ ഒരു കേക്കി ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല ഈ ഫൗണ്ടേഷൻ ഇടുമ്പോൾ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ ഫൗണ്ടേഷൻ ഇതുവരെ ഇട്ട് പുറത്ത് പോയിട്ടില്ല, പക്ഷെ എനിക്ക് പോകണം. അതിന് ഞാനൊരു പ്രാക്ടീസ് എന്ന രീതിയിലാണ് ഇത് കാണുന്നത്. സോ ഞാനിപ്പോഴും പറയണത് ഞാൻ വലിയൊരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ മേക്കപ്പ് എന്തൂസിയാസ്റ്റ് ഒന്നും അല്ല. ഇത് ലെറ്റ്സ് ലേൺ ടുഗദർ എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യേണ്ട, അല്ല നിങ്ങൾ ഇതിലും നല്ല ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്കും കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യൂ. ഞാനൊന്ന് പഠിക്കട്ടെ. ഇങ്ങനെ മിഴുമിഴാന്നിരിക്കണം മുഖം. അപ്പം ഫൗണ്ടേഷൻ ഇടുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എങ്കിലേ ഫൗണ്ടേഷൻ ഭയങ്കര ഡ്രൈ അല്ലാണ്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ടിർട്ടിർ ഒരു കൊറിയൻ ഫൗണ്ടേഷൻ ആണ്. കൊറിയൻ ആയതുകൊണ്ടും ഞാൻ നല്ലതാണെന്ന് വിചാരിക്കുന്നു. ആയതുകൊണ്ടായിരുന്നല്ല, ബട്ട് എനിക്ക് എപ്പോഴും ഇത് കുറച്ചിങ്ങനെ ഫാൻസി എന്നെ എപ്പോഴും കാണാറുണ്ട്. എല്ലാ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ ഈ ടിർട്ടിർ. അപ്പോൾ ഞാനിങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങണം എന്ന് വിചാരിക്കുമെങ്കിലും ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ടില്ല. അപ്പം എന്താ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞാൽ മീനാക്ഷി എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ ഈ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അങ്ങനെ ഒരു റൂട്ടീൻ അവർ പുഷ് പുറകിൽ നടക്കുന്നത്. പക്ഷെ നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്യണം വലിയ കാര്യമുള്ളൂ. പിന്നെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഈ കടയിൽ പോയി നമ്മുടെ കറക്റ്റ് ടോൺ ഏതാണെന്ന് നോക്കിയെടുക്കുന്നത് അതൊരു പണിയാണ്. ആക്ച്വലി അതിന് കുറച്ചും കൂടി നമ്മുടെ സ്കിൻ അറിയാമെന്നല്ലേ നമുക്കൊരു കമ്പാനിയനും കൂടി വേണം. അത് ഫ്രണ്ട്സ് തന്നെയാണെങ്കിൽ ഏറ്റവും നല്ലത്. അവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും ഓക്കെ ഇത് നിന്റെ സ്കിൻ ടോൺ ആണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. ഞാൻ തുറന്ന് ഇത് ഈ മിറർ ഒന്നിനും കൊള്ളൂല കേട്ടോ. ഇത് മര്യാദയ്ക്ക് റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് തുറക്കുക. ഇവിടെയാണ് ഈ വരുന്നത് ടിർട്ടിൻ്റെ ഈ എന്താ പറയുക മേക്കപ്പ് ആപ്ലിക്കേറ്റർ എന്താണെങ്കിലും പറയാം. ഇനി എന്താ പറയുക, കുഷൻ എന്നാണ് പറയുന്നത്. കുഷൻ എന്നില്ല. അപ്പോൾ ഈ സംഭവം എടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ആയിരിക്കണത്. അപ്പോൾ ഇതിൽ ഞാൻ ഇതിങ്ങനെ ഞെക്കിയിട്ട് എൻ്റെ സ്കിന്നിലും ഇങ്ങനെ ഞെക്കുക. എൻ്റെ കളർ കറക്റ്റ് എല്ലാം തോന്നുന്നു. ഇത് കുറച്ച് വെളുത്തു പോയോ? എനിക്കൊന്ന് ഇത്ര എടുത്താൽ മതി. ഇത് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് പക്ഷെ ഞാൻ അവിടെ ഇരിക്കണ ആ പെണ്ണോടാ ചോദിച്ചത് കറക്റ്റ് ആണ് എൻ്റെ സ്കിൻ ടോൺ. ഓക്കെ, നോ, ഇതിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇടാൻ പാടില്ല. നോക്കട്ടെ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് സംഭവം എപ്പോഴും നമ്മുടെ കൂടെ ഒരു നല്ല കറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ ടോൺ. എന്നാൽ അവിടെ ലൈറ്റ് കൂടുതലായതുകൊണ്ട് നമ്മളിങ്ങനെ വിചാരിക്കും ചിലപ്പോൾ ഇത് തന്നെയാണെന്നൊക്കെ വിചാരിക്കും. അവിടെ നിന്ന് ഇട്ട് നോക്കുമ്പോൾ ഓക്കെ ആയിരിക്കും. ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യില്ല. ഇതല്ല എൻ്റെ കളറ്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് സെറ്റ് ആവുമോ? ഇതല്ല എൻ്റെ കളറ്. ഈനാശം ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റും, പക്ഷെ അതിലൊന്നും തളരരുത്. ഓക്കെ, പക്ഷെ ഞാൻ ഒറ്റ പ്രാവശ്യം നിൽക്കുള്ളൂ. ഇത്രയും വന്നു. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കമാൻ ഗൈസ് ഇതെന്ത് ഞാനല്ല. ഓക്കെ, അപ്പൊ ഈ ഫൗണ്ടേഷൻ ആക്ച്വലി നല്ലതാണെന്ന് തോന്നുന്നു. നല്ല ടെക്സ്ചർ ഒക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ കളറല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മൊത്തം മുഖത്തൊന്നും ഇട്ടോക്കാം അല്ലേ? ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്തത്.
പണിക്ക് പോയാൽ പോരെ എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റും. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പാളും. കുഴപ്പമില്ലെന്ന് തോന്നല്ലേ ഇപ്പം ഞാൻ എല്ലായിടത്തേക്ക് ഈവനാക്കിയപ്പോൾ. ഓക്കെ, അപ്പൊ ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ സ്കിൻ ടോൺ കറക്റ്റ് ആയിട്ടില്ല. എൻ്റെ സ്കിൻ ടോൺ അത്ര കറക്റ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ ആണ്. ഞാൻ മുടിയൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടാണെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് വൺ ടിർട്ടിറിന്റെ ആണ്. ഐ ഫീൽ ദി So yeah, I went to get my mirror and I feel it's fine only. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഇട്ടുകൊണ്ട് എനിക്കൊരു എന്തോ പോലെ തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും യു നീഡ് ടു ട്രസ്റ്റ് ദ പ്രോസസ് അഞ്ജലി, യു നീഡ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ, ഞാൻ മായ്ച്ചൊന്നും കളഞ്ഞിട്ടില്ല, ഇറ്റ്സ് ഫൈൻ. ഷെയ്ഡും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ടെക്സ്ചറൊക്കെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആർട്ടിഫിഷ്യൽ കേക്കി ഫീലിംഗ് ഒന്നുമില്ല. ഇറ്റ്സ് ഗുഡ്. ദിസ് ഈസ് ഹൗ ഐ ലുക്ക്. സൺലൈറ്റിൽ ഇങ്ങനെ ഇറ്റ്സ് ഫൈൻ ഓൺലി. ഓക്കെ, സോ ടിർട്ടിർ I would say it's like fine, good. You guys should try it. Make sure you're getting the right shade from the shop. So yeah. Next, let's try Huda Beauty. One of my friend who's working in Huda Beauty, Amrita തന്നതാണ് എനിക്കിത്, Huda Beautyൻ്റെ. സോ ഇത് നല്ലതാണ് കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ശരിയായില്ല, ഇതായില്ല എന്നൊക്കെയാണ്. പക്ഷെ കുറച്ച് നേരം ഇരുന്നിരുന്ന് അത് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പുറത്ത് പോകുമ്പോൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതിന് പോലെ ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഒന്ന് ലൈറ്റായിട്ടിട്ട് സുന്ദരിക്കുട്ടിയായിട്ട് പോവാം. ആക്ച്വലി ഐ ലൈക്ഡ് ഇറ്റ്. ബിക്കോസ് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്കിൻ ടോണിൻ്റെ ഒന്നുമല്ല, ഇടയ്ക്ക് ഇങ്ങനെ ഡള്ളായിരിക്കും. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ ഇരിക്കും. കൊള്ളാം. അത്ര ആർട്ടിഫിഷ്യലോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഓക്കെ.